പ്രിമിറ്റീവ് സെല്ലും സെന്റേർഡ് സെല്ലും. സെന്റേർഡ് സെല്ലിനെ പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് BCC, FCC, ECC. അപ്പൊ ഇങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഈ ക്ലാസ്സിൽ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിമിറ്റീവ് സെൽ, സെന്റേർഡ് സെൽ, ഈ രണ്ട് സെല്ലുകളെ കുറിച്ച് പഠിച്ചല്ലോ, ഈ ക്ലാസിഫിക്കേഷൻ പഠിച്ചല്ലോ. അപ്പൊ അതിന്റെ കണ്ടിന്യൂവേഷനായ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എന്ന ടോപ്പിക് എടുക്കാനാണ് ഞാൻ ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോ പ്രിമിറ്റീവ് സെൽ എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ. അതെന്താണ്? നമ്മൾ ഒരു ക്യൂബായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് യൂണിറ്റ് സെല്ലിനെ. ആ യൂണിറ്റ് സെല്ലിന്റെ കോർണേഴ്സിൽ മാത്രം പാർട്ടിക്കിൾസ് എന്തായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്? സ്ഫിയേഴ്സ് ആയിട്ടാണ്. അപ്പം ക്യൂബിന്റെ കോർണേഴ്സിൽ മാത്രം പാർട്ടിക്കിൾസ് വന്നിരിക്കുകയാണെങ്കിൽ, ആ സ്ഫിയേഴ്സ് വന്നിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പ്രിമിറ്റീവ് സെൽ എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ തന്നെ ഞാനിപ്പോൾ ഇതിന് 3 ഡയമെൻഷൻ സ്ട്രക്ചർ ആയിട്ട് നമ്മൾ വെച്ചിരിക്കട്ടെ. ഇതിന് എത്ര കോർണേഴ്സ് ഉണ്ട്? 8 കോർണേഴ്സ്. അപ്പം 8 കോർണേഴ്സുകളിൽ എന്ത് വന്നിരിക്കുകയാണ്? സ്ഫിയേഴ്സ്. ദാറ്റ് മീൻസ് നമ്മുടെ പാർട്ടിക്കിൾസ് വന്നിരിക്കുകയാണെങ്കിൽ അതിനെ പ്രിമിറ്റീവ് സെൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രിമിറ്റീവ് സെൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പ്രിമിറ്റീവ് സെല്ലിലെ ഈ ഒരു ഒറ്റ പാർട്ടിക്കിൾ ഈ ഒരു ക്യൂബിന് മാത്രമുള്ളതല്ല, അത് കുറച്ച് ക്യൂബ്സ് ചേർന്നിട്ടുണ്ടാകുന്നതാണ് ആ ഒരു വലിയൊരു പാർട്ടിക്കിളിന്റെ കംപ്ലീഷൻ. അപ്പോൾ അതിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഈ പ്രിമിറ്റീവ് സെല്ലിന്റെ ഈ ഒരു സ്ഫിയർ എത്ര പേരുമായിട്ട് ഷെയർ ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു റെപ്രസെന്റേഷൻ വെച്ചിട്ട് ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ നിങ്ങൾക്ക് വേണ്ടി വരച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് എത്ര ക്യൂബുകളായിട്ടാണ് കാണാൻ പറ്റുന്നത്? നമ്മളിപ്പോൾ ഇത് മൊത്തം നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ക്യൂബ്, പക്ഷേ ഇതിനെ ഡിവൈഡ് ചെയ്ത് 1, 2, 3, 4 4 ക്യൂബ് ഫ്രണ്ടിലും അതേപോലെ തന്നെ 4 ക്യൂബ് ബാക്കിലുമാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. 1 ഇവിടെ 1, ഇവിടെ 2, ഇത് 3, പിന്നെ ഇവിടെ 4, പിന്നെ ഇതേപോലെ തന്നെ ബാക്കിൽ 1, 2, 3, 4 മൊത്തം 4 + 4 8 ക്യൂബ്സ് ആണ് ഉള്ളത്. അപ്പൊ നമ്മള് ഈ പ്രിമിറ്റീവ് സെല്ലിന്റെ ഒരു സ്ഫിയർ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സ്ഫിയർ ഇവിടെ ഉണ്ട്, നമുക്ക് അസ്യൂം ചെയ്യാം. ഇവിടെയാണ് ഇരിക്കുന്നതെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്യൂബ് എടുക്കുകയാണെങ്കിൽ അതിന് ഇച്ചിരി ഭാഗം മാത്രമേ അതിന്റെ കോൺട്രിബ്യൂഷൻ കുറച്ചേ ഉള്ളൂ. കണ്ടാ, ശ്രദ്ധിച്ചോ? കുറച്ച് കോൺട്രിബ്യൂഷൻ മാത്രമേ ഈ ഒരു ഫസ്റ്റ് ക്യൂബിനുള്ളൂ. ഇപ്പുറത്തെ ക്യൂബിനാണെങ്കിലും സെയിം, അതിന്റെ ഇപ്പുറത്തെ ക്യൂബിനാണെങ്കിലും സെയിം. അങ്ങനെ ഈ ഒരു പാർട്ടിക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഈ 8 ക്യൂബുകൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു പാർട്ടിക്കിള് നമ്മൾ ആ പാർട്ടിക്കിൾ നോക്കുകയാണെങ്കിൽ അത് ഈ ഒരു ക്യൂബിന്റെയാണ്, ഈ ഒരു ക്യൂബിന്റെയാണ്, ഈ ഒരു ക്യൂബിന്റെയാണ്, ഈ ഒരു ക്യൂബിന്റെയാണ്, അതേപോലെ തന്നെ ഇതിന്റെ ബാക്ക് സൈഡിലുള്ള ക്യൂബിന്റെയാണ്. ഇതിന് ഏകദേശം ഓൾമോസ്റ്റ് ഒരു നടുക്കത്തെ പോയിന്റിലാണ് നിൽക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഈ ഒരു ക്യൂബിന്റെ കോൺട്രിബ്യൂഷൻ, ഈ പാർട്ടിക്കിൾ ഇത്രയും വലിയൊരു കട്ട സ്ഫിയർ ആവാൻ വേണ്ടി എത്ര കോൺട്രിബ്യൂഷൻ ആണ് ഈ ഒരു ക്യൂബ്, ഒറ്റ ക്യൂബ് കൊടുക്കുന്നത്? 8 ക്യൂബ്സ് ഉണ്ട്. 1/8 പോർഷൻ. 1/8 പോർഷൻ ആണ് ഈ ഒരു ഒറ്റ ക്യൂബ് ഈ ഒരു പാർട്ടിക്കിള് വലിയൊരു സ്ഫിയർ ആകാൻ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര ക്യൂബ്സ് ഉണ്ട് ഇതില്? 1, 2, 3, 4. ഇതേപോലെ തന്നെ താഴെ 1, 2, 3, 4. അങ്ങനെ 8 ക്യൂബ് ഉണ്ട്. 4 + 4 8 ക്യൂബ് ഉണ്ട്. അപ്പം ഈ ഒരു 8 ക്യൂബ്സിന്റെയും 8 യൂണിറ്റ് സെല്ല് അതായത് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നതാണ് ക്യൂബ്. 8 യൂണിറ്റ് സെല്ലിന്റെയും കോൺട്രിബ്യൂഷൻ, 8 യൂണിറ്റ് സെല്ലിന്റെയും കൂടെ കൂട്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? 1/8 × 8. അപ്പൊ എത്രയാകും? 1. ഇതാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിന്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എത്രയായിരിക്കും? 1. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ആണെങ്കിൽ അതിന്റെ കോർണേഴ്സിലാണ് പാർട്ടിക്കിൾസ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു കോർണറിലെ പാർട്ടിക്കിൾ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുകയാണെങ്കിൽ ആ പാർട്ടിക്കിളും 8 ഡിഫറെന്റ് ക്യൂബ്സിന് ഷെയർ ചെയ്യപ്പെടുന്നു. 8 ഡിഫറെന്റ് യൂണിറ്റ് സെല്ലിന് ഷെയർ ചെയ്യപ്പെടുന്നു. അങ്ങനെയെങ്കിൽ അതിന്റെ ഓരോ ക്യൂബിന്റെയും കോൺട്രിബ്യൂഷൻ 1/8. അങ്ങനെ എത്ര ക്യൂബ് ഉണ്ട്? 8 ക്യൂബ്സ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ആണ് ഉള്ളത്? 1.
അപ്പൊ ഒന്നുകൂടെ പറയാം, എന്താണ് ഈ ഒരു പാർട്ടിക്കിൾ നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇതൊരു കോർണറിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോ ഈ ഒരു പാർട്ടിക്കിള് ഈ ഒരു കംപ്ലീറ്റ് സ്പിയർ ആവാൻ വേണ്ടി ഓരോ ക്യൂബിന്റെയും കോൺട്രിബ്യൂഷൻ എത്രയാണ്? 1/8. അങ്ങനെ ഒരു ക്യൂബിന് തന്നെ 8 കോർണേഴ്സ് ഉണ്ട് അല്ലേ? അപ്പൊ ഓരോ ക്യൂബിനും 1/8 1/8 1/8 1/8 1/8 8 കോർണേഴ്സിന് 1/8. അങ്ങനെയെങ്കിൽ 8 എണ്ണം വെച്ച് 1/8. അപ്പൊ ഒരു ക്യൂബിന് എത്രയായിരിക്കും പാർട്ടിക്കിൾ? എത്ര പാർട്ടിക്കിൾ കാണും? 8 × 1/8. ദാറ്റ് മീൻസ് 8 കോർണേഴ്സ് ഉണ്ട്. അതിന്റെ ഓരോ കോർണേഴ്സിന്റെയും കോൺട്രിബ്യൂഷൻ എത്രയാണ്? 1/8. അപ്പൊ 8 × 1/8 = 1. അപ്പൊ ഇതാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിന്റെ നമ്പർ ഓഫ് ആറ്റംസ്. മനസ്സിലായല്ലോ? അപ്പൊ അടുത്ത് നമ്മൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിന്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയി. ഇനി അടുത്ത സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സെന്റേർഡ് യൂണിറ്റ് സെൽ ആണ്. പ്രിമിറ്റീവ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത സെന്റേർഡ് ആണ്. അപ്പം ഈ പോർഷൻ അങ്ങ് കട്ട് ചെയ്യാം. ഈ പോർഷനിൽ നമ്മൾ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത സെന്റേർഡ് എന്ന് പറയുമ്പോൾ സെയിം തിങ്. സെന്റേർഡ് എന്ന് പറയുമ്പം നമ്മൾ സെയിം ആയിട്ട് ഒരു ക്യൂബ് യൂണിറ്റ് സെല്ലിനെ ഒരു ക്യൂബായിട്ട് അസ്യൂം ചെയ്യുന്നു. അതിന്റെ ഓരോ കോർണേഴ്സിലും പാർട്ടിക്കിൾസ് വന്നിരിക്കുകയാണ്. ഓരോ കോർണേഴ്സിലും പാർട്ടിക്കിൾസ് വന്നിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓരോ കോർണേഴ്സിലും പാർട്ടിക്കിൾസ് വന്നിരിക്കുകയാണ്. അപ്പം സെന്റേർഡ് സെല്ലിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അപ്പൊ സെന്റേർഡ് സെല്ലിന് അതിന്റെ സിമിലാരിറ്റി എന്താണ്? പ്രിമിറ്റീവ് വെച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ എല്ലാ കോർണേഴ്സിലും സ്പിയേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതിന്റെ എല്ലാ സ്പിയേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? നമ്മളിപ്പോ പഠിച്ചതേ ഉള്ളൂ. 1/8. 8 കോർണേഴ്സ് ഉണ്ട്. 1/8 ആണ് ഓരോ ഓരോ കോർണേഴ്സിന്റെയും കോൺട്രിബ്യൂഷൻ. അപ്പം 8 × 1/8 = 1. അപ്പൊ ഒരു നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ലാണ് ഇത്രയും ചേരുമ്പോൾ ഉണ്ടാകുന്നത് ഒരു ആറ്റം. ഇനി അടുത്ത് നമ്മൾ BCC നോക്കുകയാണ്. BCC നമ്മൾ എടുക്കുകയാണെങ്കിൽ BCCയുടെ ഫുൾ ഫോം എന്താണ്? ബോഡി സെന്റേർഡ് ക്യൂബ്. അപ്പൊ ബോഡി സെന്റേർഡ് ക്യൂബിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ബോഡിയുടെ സെന്ററിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതാ എവിടെയായിരിക്കും വന്നിരിക്കുന്നത്? ഇവിടെ. നമ്മൾ ഇവിടെ ഒരു ക്യൂബിനെ അസ്യൂം ചെയ്യാണ്. ഈ ഒരു ക്യൂബ് മാത്രമായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഈ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ക്യൂബിനെ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹൈലൈറ്റഡ് ക്യൂബ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ മിഡിൽ പോർഷനിലായിട്ട് ഒരു നടുക്ക്, ആ ബോഡിയുടെ നടുക്കായിട്ട് ഒരു ക്യൂബിനെ നമ്മൾ വച്ചിരിക്കുകയാണ്. ബോഡിയുടെ നടുക്ക് കുറച്ചുകൂടെ ഇതായിട്ട് വയ്ക്കാം. ബോഡിയുടെ നടുക്കായിട്ട് ഒരു ക്യൂബിനെ വച്ചിരിക്കുകയാണെങ്കിൽ അപ്പോ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇതാ ഈ ക്യൂബിന്റെ മിഡിൽ പോർഷൻ നടുക്കായിട്ടാണ് ആ ഒരു പാർട്ടിക്കിൾ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു ക്യൂബിന് മാത്രം സ്വന്തമായിരിക്കും ആ പാർട്ടിക്കിൾ അല്ലേ? ഇപ്പൊ നിങ്ങളുടെ കയ്യിലാണ് ഒരു പേന ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മാത്രം സ്വന്തമാണത്. നിങ്ങൾ ആരുടെ ഇപ്പൊ വേറൊരാൾ കൂടെ പിടിക്കുകയാണെങ്കിൽ അത് അയാൾക്കും കൂടെ സ്വന്തമാണ് അല്ലേ? അപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന ആ പേനാണെങ്കിൽ ഇത് നമുക്ക് മാത്രം സ്വന്തമായിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഇതുപോലെ ഈ ഒരു ക്യൂബിന്റെ നടുക്കിരിക്കുന്ന ഒരു പാർട്ടിക്കിള് അതിന് മാത്രം സ്വന്തമാണ്. കണ്ടോ? അതിന് മാത്രം സ്വന്തമായിട്ടുള്ള ഒരു പാർട്ടിക്കിൾ ആണ്. അപ്പോ അതിന്റെ കോൺട്രിബ്യൂഷൻ, ആ ഒരു പാർട്ടിക്കിളിന്റെ കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും? തീർച്ചയായിട്ടും 1 ആയിരിക്കും. അപ്പോ തീർച്ചയായിട്ടും ഈ ഒരു പാർട്ടിക്കിളിന് വേറൊരു ക്യൂബിന്റെയും ആവശ്യമില്ല അത് കംപ്ലീറ്റ് സ്ഫിയർ ആവാൻ വേണ്ടി. കാരണം അത് അകത്താണ് ഇരിക്കുന്നത്, അതിന് സ്വന്തമാണ്. അപ്പൊ അതിന് വേറൊരു ക്യൂബിനെ ആശ്രയിക്കേണ്ടി വരുന്നില്ല. അപ്പൊ അതിന്റെ കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും? 1. അപ്പോ ഈ കോർണേഴ്സിനെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് എത്രയായിരിക്കും? 1. പിന്നെ ആ നടുക്കുള്ള ആ ഒരു പാർട്ടിക്കിളിന്റെ കോൺട്രിബ്യൂഷൻ 1. അങ്ങനെ നമുക്ക് എത്ര ആറ്റംസ് ടോട്ടൽ ആയിട്ട് കിട്ടും? 1 + 1 = 2. അപ്പൊ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഫോർ BCC സ്ട്രക്ചർ ഈസ് 1 + 1 2. ആദ്യത്തെ വൺ എങ്ങനെയാ വന്നത്? ഈ കോർണേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ. ഇനി അടുത്ത വൺ എങ്ങനെയാ വന്നത്? ഈ നടുക്കിരിക്കുന്ന ആ മിഡിൽ പോർഷനിലിരിക്കുന്ന ആ ഒരു പാർട്ടിക്കിളിന്റെ കോൺട്രിബ്യൂഷൻ. അത് രണ്ടും കൂടെ ചേർന്നാണ് നമുക്ക് 2 എന്ന നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ്. ഓക്കെ, അപ്പൊ BCC നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? എല്ലാവർക്കും മനസ്സിലായല്ലോ BCC? ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
യൂണിറ്റ് സെൽ ഏതായിരിക്കും? അടുത്ത് നമ്മുടെ FCC ആണ് നോക്കുന്നത്. സെന്റേർഡ് സെല്ലിനെ FCC ആയിട്ടാണ് നമ്മൾ നോക്കുക. FCC എന്ന് പറയുന്ന യൂണിറ്റ് സെല്ലിനെയാണ് നമുക്ക് നോക്കുന്നത്. FCCയുടെ ഫുൾ ഫോം എന്താണ്? ഫേസ് സെന്റേർഡ് ക്യൂബ്. അപ്പൊ ഫേസ് സെന്റേർഡ് ക്യൂബ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഫേസ് സെന്റേർഡ് ക്യൂബ് എന്താണ്? The atoms, the particles are present in the face centers of the cube. അല്ലെ, ഫേസ് സെന്റേഴ്സിലാണ് വന്നിരിക്കുന്നത് ആ ഒരു പാർട്ടിക്കിൾ. ഈ കോർണേഴ്സിലുള്ള പാർട്ടിക്കിൾസ് പോരാഞ്ഞിട്ട് ഇൻക്ലൂഡിങ് ദാറ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ കോർണേഴ്സ് നമ്മളുടെ ഫേസ് സെന്റേഴ്സിലും കൂടെ ആ പാർട്ടിക്കിൾസ് വന്നിരിക്കുകയാണെങ്കിൽ അതിനെ FCC എന്ന് പറയും. അപ്പൊ ഞാൻ ഈ ഒരു ഡയഗ്രാമിൽ അത് റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോ ഈ ഒരു ഫേസിൽ, ഈ ഒരു ക്യൂബിന്റെ ഈ ഒരു ഫേസിൽ ഞാൻ വയ്ക്കുകയാണ് ഒരു പാർട്ടിക്കിൾ. മനസ്സിലായി? അങ്ങനെ വയ്ക്കുമ്പോ ഇതിന് മാത്രമല്ല ആ ഒരു ഇതായിട്ടിരിക്കുന്ന ആ പാർട്ടിക്കിൾ നിൽക്കുന്നത്, ഇപ്പുറത്തും കൂടെ ഒരു ഷെയർ ഉണ്ട് അല്ലെ? ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ ഒരു പെൻ ഇപ്പൊ ഞാൻ ഈ കയ്യിൽ പിടിച്ചിരിക്കുകയാണെങ്കിൽ അത് ഈ കൈക്ക് മാത്രം സ്വന്തം, പക്ഷെ ഇപ്പുറത്തും കൂടെ പിടിക്കുകയാണെങ്കിൽ കുറച്ച് പോർഷൻ ഇപ്പുറത്ത് പോയിട്ടുണ്ട്. അപ്പൊ അതിന് ഒരു ഷെയർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിന്റെ ഫേസ് സെന്റേഴ്സിൽ വന്നിരിക്കുകയാണ്, ഒരു ഫേസ് സെന്ററിൽ വന്നിരിക്കുകയാണ് ഈ ഒരു പാർട്ടിക്കിൾ. അപ്പൊ ഈ ക്യൂബിന് മാത്രം അല്ലെങ്കിൽ ഈ യൂണിറ്റ് സെല്ലിന് മാത്രമല്ല കോൺട്രിബ്യൂഷൻ ഉള്ളത്, ഈ ഒരു യൂണിറ്റ് സെല്ലിനും കൂടെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഇവിടെ ഒരു പാർട്ടിക്കിൾ ഇരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഒരു പാർട്ടിക്കിൾ വന്നിരിക്കുകയാണ്. ഈ പാർട്ടിക്കിൾ ഇവിടെ ഒരു ക്യൂബ് ഉണ്ടായെന്ന് വെച്ചോ, ഇവിടെ ഒരു ക്യൂബ് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആ പാർട്ടിക്കിളിനെ വലിയൊരു സ്ഫിയർ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പുറത്തെ ഒരു ക്യൂബിന്റെ കോൺട്രിബ്യൂഷൻ കൂടെ വേണ്ടി വരും. മനസ്സിലായോ? അപ്പോ അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ വേണ്ടി വരുന്നത് കൊണ്ട് ഈ ഒരു FCC എന്ന് പറയുന്ന എന്റെ പാർട്ടിക്കിള് എത്രയായിരിക്കും? നമുക്ക് എത്ര ഫേസസ് ഉണ്ട്? ക്യൂബിന് എത്ര ഫേസസ് ഉണ്ട് ഓർമ്മയുണ്ടോ? 1 2 3 4 5 6 ഫേസ് ഉണ്ട്. അപ്പൊ 6 ഫേസസിന് എത്ര ഇതായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം? ഒരു ക്യൂബിന് എത്ര കോൺട്രിബ്യൂഷൻ ഉണ്ട്? 2 പേരുണ്ട്. ഒരു ക്യൂബിന് എത്ര കോൺട്രിബ്യൂഷൻ ഉണ്ട്? 1/2. അങ്ങനെ 6 ഫേസസിൽ ഒരു ഫേസിന് 1/2 കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ എത്രയായിരിക്കും വരുന്നത് ക്യൂബിന്റെ പാർട്ടിക്കിൾസ്? ഇത് കട്ട് ചെയ്ത 3 ആണ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. എപ്പോഴും വരുന്നത് ഈ ഫേസ് മാത്രം കണക്ക് കൂട്ടുമ്പോ. ഇനി ഒരാളും കൂടെ ഉണ്ട് ബാക്കി. ഈ ഒരു പാർട്ടിക്കിൾസ് നമ്മൾ നോക്കിയില്ല. പാർട്ടിക്കിൾസ് എത്രയാണ്? ഈ 8 കോർണേഴ്സിലുള്ള പാർട്ടിക്കിൾസ് എല്ലാം കൂടെ ചേരുമ്പോ 1/8 × 8 = 1 അല്ലേ? അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ എത്രയായിരിക്കും? 3 + 1 = 4. അപ്പം നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഫോർ FCC ഫേസ് സെന്റേർഡ് ക്യൂബ് എത്രയാണ്? 4. മനസ്സിലായല്ലോ എങ്ങനെയാണ് വന്നത്? ആദ്യം നമ്മൾ ഈ ഒരു FCC എടുത്തിട്ട് ആ ഒരു ബാക്കി എല്ലാ കോർണേഴ്സിലും നമ്മളുടെ പാർട്ടിക്കിൾസ് ഇരിക്കുകയാണ്. അപ്പൊ ആ പാർട്ടിക്കിൾസ് ഇരിക്കുന്നത് കൊണ്ട് അതിന്റെ എല്ലാ പാർട്ടിക്കിൾസിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 1/8. എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? 8. അങ്ങനെ എത്ര കോർണേഴ്സ് ഉണ്ട്? 8. അപ്പൊ 1/8 × 8 = 1. അതുപോലെ തന്നെ രണ്ടാമത് നമ്മുടെ FCC ആയതുകൊണ്ട് ഫേസ് സെന്റേഴ്സിലാണ് ഓരോ പാർട്ടിക്കിൾ ഇരിക്കുന്നത്. അപ്പൊ ഫേസ് സെന്റേഴ്സിൽ ഇരിക്കുമ്പോ അതിന് 2 പേരും കൂടെ ചേർന്നാലേ അതൊരു കംപ്ലീറ്റ് സ്ഫിയർ ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ഇവിടെ ഒരു പാർട്ടിക്കിൾ ഇരിക്കുകയാണെങ്കിൽ അതിന് ഇപ്പുറത്തെ ഷെയർ ഉണ്ട്, ഇപ്പുറത്തെ ഷെയർ ഉണ്ട്. അപ്പോ കോൺട്രിബ്യൂഷൻ ഫ്രം 1 ഫേസ് സെന്റർ, ഒരു ഫേസ് സെന്ററിലെ കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും? 1/2. അതിന് ഇപ്പുറത്തെ ഷെയർ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ എത്ര ഫേസസ് ഉണ്ട് നമ്മുടെ ക്യൂബിന്? എത്ര ഫേസസ് ഉണ്ട്? 6 ഫേസസ്. അപ്പോ 6 × 1/2 = 3. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എത്രയായിരിക്കും? ഫേസ് സെന്റേർഡ് ക്യൂബിന് FCCക്ക് 4 ആയിരിക്കും അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. അപ്പൊ നിങ്ങൾക്ക് FCC മനസ്സിലായല്ലോ. അപ്പൊ അടുത്തിനി നിങ്ങൾക്ക് ലാസ്റ്റ് ആയിട്ട് ഈ സെന്റേർഡിന്റെ ക്ലാസിഫിക്കേഷൻ അവസാനമായിട്ട് ഞാൻ പറഞ്ഞത് ഏത് ക്ലാസിഫിക്കേഷൻ ആണ്? എൻഡ് സെന്റേർഡ്. അപ്പൊ ECC എൻഡ് സെന്റേർഡ് ക്യൂബ്. എൻഡ് സെന്റേർഡ് ക്യൂബിന്റെ പ്രത്യേകത എന്താണ്? ഓർമ്മയുണ്ടോ? എൻഡ് സെന്റേർഡിന്റെ പ്രത്യേകത എന്താണ്? ഏതെങ്കിലും 2
സെന്റേഴ്സിൽ ആ പാർട്ടിക്കിൾസ് വന്നിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എൻഡ് സെന്റേർഡ് ക്യൂബ് എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ സെയിം പ്രൊസീജിയർ തന്നെ നമ്മുടെ ECCയിൽ പറയുന്നത് പോലെ, പക്ഷെ ഏതെങ്കിലും രണ്ട് എൻഡിന്റെ സെന്ററുകളിൽ മാത്രമേ വന്നിരിക്കുകയുള്ളൂ നമ്മുടെ പാർട്ടിക്കിൾസ്. എവിടെയും കൂടാഞ്ഞിട്ട് ഈ കോർണേഴ്സിൽ വന്നിരിക്കുന്നത് പോരാഞ്ഞിട്ട്. അപ്പോൾ നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻഡിലുള്ള ഫേസ് സെന്റേഴ്സിലാണ് നമ്മുടെ പാർട്ടിക്കിൾസ് വന്നിരിക്കുന്നത് അല്ലെ ECCയിൽ. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ, ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അതിന്റെ കോർണേഴ്സിൽ പാർട്ടിക്കിൾസ് വന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും? 1/8 × 8 അല്ലെ. ഒരു ആറ്റം ഉണ്ടാകാൻ വേണ്ടി അതിന്റെ കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും? ആ കോർണേഴ്സിൽ ഇരിക്കുമ്പോൾ 1/8 × 8 = 1. ഇനി അടുത്ത ECC ആയതുകൊണ്ട് അതിന്റെ പ്രത്യേകത എന്താണ്? എൻഡിലെ ഫേസ് സെന്റേഴ്സിൽ മാത്രം വന്നിരിക്കുന്ന പാർട്ടിക്കിൾസ്. ECCയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഇവിടെയും ഈ ഫേസ് സെന്ററിൽ അല്ലെങ്കിൽ ഈ ഫേസ് സെന്ററിൽ, അല്ലെങ്കിൽ മുകളിലെ ഫേസ് സെന്ററിൽ, മുകളിലെ ഫേസ് സെന്ററിൽ, താഴെ ഫേസ് സെന്ററിൽ, അല്ലെങ്കിൽ ഫ്രണ്ടിലെ ഫേസ് സെന്റർ, ബാക്കിലെ ഫേസ് സെന്റർ, അങ്ങനെയല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ ഇവിടെയും നോക്കുകയാണെങ്കിൽ ഫേസ് സെന്റർ അല്ലേ, അപ്പൊ എന്തായാലും ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ആ സ്ഫിയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ സ്ഫിയറിന്റെ കംപ്ലീഷന് വേണ്ടി ഓരോ ഫേസും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എത്രയായിരിക്കും? 1/2 അല്ലേ, 1/2. അങ്ങനെ നമ്മൾ എത്ര ഫേസുകളാണ് നമ്മൾ എടുക്കുന്നത്? എൻഡ് സെന്റേർഡ് ആയതുകൊണ്ട് 2 ഫേസ്, ഏതെങ്കിലും 2 ഫേസുകളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 1/2 = 1. മനസ്സിലായല്ലോ? അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ECCയിൽ എന്താണ് ചെയ്യുന്നത്? ഇതിനെ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എത്രയായിരിക്കും? 2. ടോട്ടലി നമുക്ക് 2 ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യാനാണെങ്കിൽ പ്രിമിറ്റീവ് സെല്ലിലാണെങ്കിൽ അതിന് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എത്രയാണ്? 1. ഇനി അടുത്ത് സെന്റേർഡിൽ തന്നെ ആദ്യം BCCക്ക് എത്രയായിരിക്കും? നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ 2. എങ്ങനെയാണ്? ഇവിടെ നമ്മുടെ കോർണേഴ്സിലും വന്നിരിപ്പുണ്ട്. കോർണേഴ്സിലെ കോൺട്രിബ്യൂഷൻ മൊത്തം എത്രയായിരിക്കും? 1/8 × 8. അതിന്റെ സെന്ററിൽ ഒരെണ്ണം വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടലി 2. ഇനി അടുത്ത FCC ആണെങ്കിൽ എത്രയായിരിക്കും? ആദ്യം ആ കോർണേഴ്സിലും വന്നിരിപ്പുണ്ട്. അപ്പോൾ 1/8 × 8 1. എന്നിട്ട് അതിന്റെ എല്ലാത്തിനെയും ഫേസ് സെന്റേഴ്സിലും വന്നിരിപ്പുണ്ട്. അപ്പോൾ അതിന്റെ കോൺട്രിബ്യൂഷൻ 1/2 ആണ് ഓരോ ഫേസ് സെന്റേഴ്സിന്റെയും. അങ്ങനെ എത്ര ഫേസുകളുണ്ട്? 6 ഫേസ് ഉണ്ട്. അപ്പം 1/2 × 6 = എത്രയാണ്? 3. അങ്ങനെ ടോട്ടൽ എത്രയായിരിക്കും? 4. ഇനി അടുത്ത് ഏതാ? ECC നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയാ? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ആദ്യം നമ്മളുടെ കോർണേഴ്സിലെ കോൺട്രിബ്യൂഷൻ 1/8 × 8 = 1. ഇനി അടുത്ത് അതിന്റെ ഏതെങ്കിലും 2 എൻഡ് ഫേസ് സെന്റേഴ്സുകളിൽ വന്നിരിക്കുകയാണെങ്കിൽ അതിന് 1/2 × 2 = 1. അങ്ങനെ ടോട്ടൽ എത്രയായിരിക്കും? അതിന് 2. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ? മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ല എളുപ്പമായിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്നായിട്ടിരുന്ന് പഠിക്കുക. നിങ്ങൾക്ക് മാക്സിമം മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങുക. എല്ലാവർക്കും നല്ല വിജയാശംസകൾ ഞാൻ നേരുന്നു. പിന്നെ പോരാഞ്ഞിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.